Hi friends, Assalamu alaikum. Bismi kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. തലേന്ന് നമ്മൾ മാവൊന്നും അരച്ചു വെച്ചിട്ടില്ലെങ്കിലും പേടിക്കണ്ട. നമ്മൾ 250 ml ന്റെ ഒരു കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ നൂലപ്പം എന്താ പറയുക പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം വറുക്കാത്ത അരിപ്പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് തരം അരിപ്പൊടിയാണെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 250 ml ന്റെ കപ്പിൽ 1 കപ്പ് അരിപ്പൊടി ഞാൻ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി ചോറാണ്. അപ്പോൾ ഞാൻ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. വെളുത്ത അരിയുടെ ചോറാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ലൊരു വെളുത്ത കളർ കിട്ടും. ഇതിപ്പോൾ മട്ടരിയാണ് ഞാൻ വെക്കുന്നത്, അപ്പോൾ അതാണ് അതുകൊണ്ട് എടുത്തത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിന് പകരം ചോറില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് കുറച്ച് അവൽ, ഇതേ അളവിൽ ഒരു പിടി അവലിങ്ങനെ വാരി എടുത്തിട്ട് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി വരുന്ന എന്താ പറയുക ചോറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു 3/4 ഭാഗം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം ബാക്കിയുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗത്തിൽ കുറവാണ് ബാക്കി. ഇതൊന്ന് അരച്ച് നോക്കിയിട്ട് നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് ഒന്നുകൂടെ കറക്കിയെടുക്കാം. അപ്പോൾ നോക്കാം, അരച്ചപ്പോൾ അത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അത്രയും വെള്ളം മതിയാകില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 250 ml ന്റെ കപ്പിൽ 1.5 കപ്പോളം വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അരച്ച് നോക്കാം. അപ്പോൾ നോക്കാം, ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി കാണും. അപ്പോൾ നോക്കാം, ഇതൊരു അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ മൊത്തം ഇതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ എടുക്കുമ്പോഴും ചെറിയ മാറ്റങ്ങളൊക്കെ വരും. നമ്മളെടുക്കുന്ന അരിപ്പൊടിയുടെ അളവിനും വെള്ളം കുടിക്കുന്നതിൻ്റെ ആ മാറ്റത്തിനും, അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടിയും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതുകൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു അളവ് മതിയാകും. സാധാരണ നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഒഴിച്ച വെള്ളം ഒന്ന് ഇതിലെ മാവിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഓരോന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അപ്പസോഡ, അതായത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചേർത്ത് കൊടുത്താലേ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തത്. സോഡാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടി ചേർത്തിട്ട് ഇനി വെക്കേണ്ട, റെസ്റ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു അടിപൊളി ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു അപ്പച്ചട്ടി വെച്ചിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം നല്ലെണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചട്ടിയിൽ കുറച്ച് അപ്പങ്ങൾ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ഒരല്പം നല്ലെണ്ണ കൂടുതൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഫ്ലെയിം ഞാൻ മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്.
അത്യാവശ്യം നല്ല ഹോൾസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. 1 മിനിറ്റോളം നമ്മളിങ്ങനെ വെക്കുക. അതിനുശേഷം ഒരു 10-15 സെക്കൻഡൊക്കെ അടച്ചു വെച്ചാൽ മതിയാകും. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ദാ ഒരപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ കണ്ടോ, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അങ്ങനെ മുഴുവൻ അപ്പവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന, ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് സമയമില്ലാത്ത സമയത്തൊക്കെ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.